ഇപ്പോൾ ലഭിച്ചൊരു നിർണായക വിവരത്തിലേക്ക് പോവുകയാണ്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫിലെ SSLC +2 പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് പകരം SSLC വിദ്യാർത്ഥികളുടെ ഓണം ക്രിസ്മസ് പരീക്ഷകളുടെ ശരാശരി മാർക്ക് പരിഗണിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. +2 വിദ്യാർത്ഥികളുടെ +1 പരീക്ഷാ മാർക്കും പരിഗണിക്കും. സുരേഷ് വെളിമുറ്റം ചേർന്നുകൊണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ. സുരേഷ്, ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടായപ്പോൾ മുതൽ ഈ +2 SSLC പരീക്ഷ അത് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ബദൽ സംവിധാനം അതെങ്ങനെയാണ്? ഉമൈബാൻ CBSE പരീക്ഷ ഈ ക്ലാസ്സുകളിലേക്കൊക്കെ ഉള്ളത് നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു. ആ സമയത്ത് സ്റ്റേറ്റ് സിലബസിലുള്ള പരീക്ഷയുടെ കാര്യത്തിലാണ് അനിശ്ചിതത്വം നിലനിന്നിരുന്നത്. അത് സ്വാഭാവികമായും ഒരു പരീക്ഷ കേരളത്തിലൊക്കെ നടന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള പരീക്ഷ നടത്താനായിരുന്നു ആദ്യമുള്ള ആലോചന. പക്ഷേ കുട്ടികൾക്ക് കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അങ്ങനെ മാനസികമായിട്ട് അവർക്ക് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ പരീക്ഷ റദ്ദാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ വലിയ ഭാഗത്തു നിന്ന് വലിയ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അതേ സമയത്ത് കേരളത്തിൽ തെരഞ്ഞെടുപ്പും അതിന്റെ പ്രചാരണ പരിപാടികളൊക്കെ ആയതുകൊണ്ട് അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് പോയില്ല. ഇപ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതായത് SSLC +2 പരീക്ഷകൾ ഗൾഫിൽ നടത്തേണ്ട സ്റ്റേറ്റ് സിലബസിലുള്ള SSLC +2 പരീക്ഷകൾ റദ്ദാക്കും. ആ റദ്ദാക്കുന്ന പരീക്ഷകൾക്ക് പിന്നീട് കുട്ടികളുടെ അടുത്ത ക്ലാസ്സിലേക്കുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ +2 കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് ഒക്കെ ഉള്ളത് അത് +1 പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും. +2 കുട്ടികളുടേത് മാർക്ക് നിശ്ചയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ SSLC കുട്ടികളുടെ ഇതാണെങ്കിൽ കഴിഞ്ഞ ഓണത്തിന്റെയും ക്രിസ്മസിന്റെയും പരീക്ഷകളുടെ മാർക്ക് വെച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു തീരുമാനം എടുക്കുക. +2 കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ ബോണസ് മാർക്ക് ഉണ്ടാകുമെന്നും അറിയുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊക്കെ ഒരു ഔദ്യോഗിക തീരുമാനം ഇനി പ്രഖ്യാപിക്കാനുണ്ട്. ഏതായാലും ഗൾഫിൽ നിരവധി കുട്ടികൾ, പ്രത്യേകിച്ച് UAE-യിലാണ് സ്റ്റേറ്റ് സിലബസിലുള്ള ഏറ്റവും അധികം കുട്ടികൾ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ആശങ്കയ്ക്ക് ഇപ്പോൾ താൽക്കാലികമായ ഒരു പരിഹാരമായിരിക്കുകയാണ്. ഇതിനു മുൻപ് മറ്റൊരു കാര്യം കൂടി സർക്കാർ ആലോചിച്ചിരുന്നത് പരീക്ഷ കേരളത്തിൽ നടക്കുന്നുണ്ടാകും. ആ സമയത്ത് ഗൾഫിലെ കുട്ടികൾക്ക് കൂടി പരീക്ഷ നടത്താമെന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ പരീക്ഷയൊക്കെ ആകുമ്പോഴേക്ക് ജൂൺ ആകും. അപ്പോഴത്തേക്കും കോളേജുകളിലൊക്കെയൊക്കെ ഉള്ള പ്രവേശന നടപടികൾ, അതോടൊപ്പം തന്നെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കൊക്കെയുള്ള എൻട്രൻസുകൾക്കൊക്കെയുള്ള സമയം കഴിയും. അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു സാഹചര്യം, ഒരു അവസരം നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരീക്ഷ റദ്ദാക്കിക്കൊണ്ട് ഒരു ബദൽ മാർഗം വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സംഘർഷ പശ്ചാത്തലത്തിൽ ഈ പരീക്ഷ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സ്ഥിതിക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നിർണായക തീരുമാനമെടുത്തിരിക്കുകയാണ്. അങ്ങനെ SSLC +2 പരീക്ഷകൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഈ